Hi students, welcome back to KA Focus. ഇന്ന് നമ്മൾ പ്ലസ് ടുവിനകത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററിനകത്ത് കണ്ടിന്യൂറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സാം അടുത്തു, നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങുകയാണ്. കണ്ടിന്യൂറ്റി ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്കും ജസ്റ്റ് എങ്ങനെ പ്രോബ്ലം ചെയ്യാനുള്ളതെന്നുള്ള ഐഡിയയും കിട്ടും. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ഒപ്പം ഇരുന്നങ്ങ് ചെയ്ത് നോക്കിയോ കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ളതും പെട്ടെന്ന് മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു 5x - 3 ഈസ് കണ്ടിന്യൂസ് അറ്റ്. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് വൺ എടുക്കാം. അതായത് എക്സ് ഈക്വൽ ടു 0 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു, ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 5x - 3 കണ്ടിന്യൂസ് ആണ്. ഏത് പോയിന്റിൽ? അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് രണ്ടും സെയിം ആണോ നോക്കണം. ഒപ്പം ഇത് ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂ, ഇതിന് നമ്മൾ പറയുന്നത് സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്നാണ്. ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോയിന്റാണിത്, സ്പ്ലിറ്റിംഗ് പോയിന്റ്. ഈ സ്പ്ലിറ്റിംഗ് പോയിന്റിലും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ തന്നെയാണോ വരുന്നതെന്ന് അറിയണം. അതായത് LHL ഈക്വൽ ടു RHL ഈക്വൽ ടു F0, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ജനറലായിട്ട് നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ വാല്യൂ 0 തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? F0 നമുക്ക് എഴുതി പോകാം. അപ്പോൾ LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് മൂന്നും സെയിം ആണ് കിട്ടിയിരുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇനി നമ്മളിപ്പോൾ 2 എന്നുള്ളൊരു വാല്യൂ എടുക്കുകയാണ്, 2 അല്ലേ. അതിന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറഞ്ഞ് എവിടം വരെ നമുക്ക് എടുക്കാം? 2 - വരെ എടുക്കാം. അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടി എവിടം വരെ വരാം? 2+ വരെ വരാം. അതായത് ഈ 2- നമ്മൾ LHL എന്ന് പറയുന്നത്, 2+നെയാണ് RHL എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്ന -2ഉം +2 അല്ല ഇത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ 2- എന്നിടുന്നു. ലെഫ്റ്റ് ഹാൻഡ് ആണ്, മാക്സിമം ലെഫ്റ്റ് സൈഡിൽ എവിടം വരെ വരാം? 2-. മാക്സിമം റൈറ്റ് സൈഡിൽ എത്ര വരെ വരാം? ദാറ്റ് ഈസ് 2+. അതാണ് ഈ 2- 2+ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്തത് 0 അല്ലേ? 0 എവിടം വരെ വരാം? 0- വരെ വരാം, 0+ വരെയും വരാം. ഇത് LHLും ഇത് RHLും. അങ്ങനെയാണ് നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്, ലിമിറ്റ് എന്ന് എഴുതുക, x ടെൻസ് ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0- കൊടുക്കുക, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എഴുതുക, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. 0- എന്ന് എഴുതണമെന്നില്ല, കാരണം നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാന്ന് കാണിക്കാനാണ് നമ്മൾ F0- കൊടുത്തത്. ഇനി ഇവിടെ FX എന്ന് പറയുമ്പം തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അത് അതുപോലെ അങ്ങ് എടുത്തെഴുതുക, 5x - 3. ഇനി ചെയ്യേണ്ടത്, ഇതിനകത്തെ എക്സിന് പകരം നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ ഏതാണോ അത് ഇട്ട് കൊടുക്കുക. 5 × 0 - 3 ഈക്വൽ ടു -3. നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -3 നമുക്കിവിടെ കിട്ടി. ഓക്കെ ആണോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് RHL എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, limit x tends to
0+ ആണ് ഇവിടെ അല്ലേ. റൈറ്റ് ഹാൻഡിൽ എവിടം വരെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0+ വരെ എത്താം. f(x) തന്നെ ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0. f(x) എന്ന് പറയുന്നത് നമുക്കറിയാം 5x - 3 ആണ്. ഇതിനകത്ത് എക്സിൻ്റെ പ്ലേസ് 0 ഇട്ട് കൊടുക്കുക. 5 × 0 - 3 ഈക്വൽ ടു എന്ത് വരും? -3 വരും. LHലും RHലും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. മതിയോ? പോരാ. എന്തും കൂടി കിട്ടണം. f(0) എന്താണെന്നും കൂടി നമുക്ക് കിട്ടണം. f(0) എടുക്കാൻ കാര്യം എന്താ? ഈ തന്നിരിക്കുന്നത് 0 ആയതുകൊണ്ട് മാത്രം. അങ്ങനെയാണെങ്കിൽ f(0) ഇട്ട് നമുക്ക് നോക്കാം. 5 × എക്സിൻ്റെ പ്ലേസിൽ 0 - 3 അതും എന്ത് തന്നെ കിട്ടി? -3 തന്നെ കിട്ടി. അതായത് ഇവിടെ -3, ഇതൊരു -3, ഇതൊരു -3. ദാറ്റ് മീൻസ് RHL = LHL = f(0). അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. തന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന്? കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായോ? ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും പെട്ടെന്ന് ഇതേ പാറ്റേണിലൊന്ന് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ഒപ്പം ഇരുന്നൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ അടുത്ത പാർട്ട് എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഇത് തന്നെ x - 3ലും പ്രൂവ് ചെയ്യണം, x = 5ലും നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം x = -3 എടുക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ LHL ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ലിമിറ്റ് x ടെൻസ് ടു -3 ഒരു മൈനസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എവിടം വരെ വരും എന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ മൈനസും കൂടി പ്ലസ് വരത്തില്ലേ എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഈ മൈനസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എഴുതുന്ന മൈനസ് അല്ല, ലെഫ്റ്റ് സൈഡിൽ എവിടം വരെ എന്ന് കാണിക്കാനാണ്, ലെഫ്റ്റ് സൈഡിലാണെന്ന് കാണിക്കാനാണ് മൈനസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ എഴുതുന്ന പോലെ തന്നെ f(x) എഴുതി. ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -3 കൊടുത്തു. ഫംഗ്ഷൻ എന്തായിരുന്നു? 5x - 3 ആയിരുന്നു അല്ലേ? 5x - 3 അല്ലേ? ഓക്കെ, 5x - 3 ആണ്. നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈക്വൽ ടു 5 × -3 - 3 അല്ലേ? 5 - 3 എന്ന് പറയുമ്പോൾ -18, സോറി 5 × -3 എന്ന് പറയുമ്പോഴത്തേക്ക് -15 -3 ദാറ്റ് ഈക്വൽ ടു -18. അതുപോലെ തന്നെ RHL നമുക്ക് പെട്ടെന്ന് നോക്കാം. ലിമിറ്റ് എന്തായിരിക്കും? -3 പ്ലസ് ആയിരിക്കും. f(x) കൊടുക്കുക. ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് ചെയ്ത് ഒപ്പം തന്നെ ചെയ്ത് പോന്നു. -3 കൊടുക്കുക. ഫംഗ്ഷൻ എഴുതുക. 5x - 3 ആണ്. ദാറ്റ് ഈസ് 5 × -3 -3 ദാറ്റ് ഈസ് -15 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -18. ഇതും -18, ഇതും -18. ഇനി ആരെയും കൂടി കിട്ടിയാൽ മതി? f(-3) എന്താണെന്നും കൂടി കിട്ടിയാൽ മതി. ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും? -18 തന്നെയായിരിക്കും അല്ലേ? 5 × -3 ഒരു -3യും കൂടി കൊടുത്തു. എന്ത് തന്നെ കിട്ടുള്ളൂ? ഇത് -15 -3യും കൂടി വരുമ്പോൾ -18. ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടി? LHL = RHL = f(-3). അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ ആയോ? ഒരെണ്ണം കൂടി ഉണ്ട്, x = 5ഉം കൂടി. നമുക്കത് ഇവിടെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡായല്ലോ അല്ലേ ചെയ്യാനായിട്ട്? നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. ലിമിറ്റ് x ടെൻസ് ടു 5 മൈനസ് ആണ്. f(x) എഴുതി. ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് അല്ലേ? നമ്മളിപ്പോൾ കുറേ കൂടി സ്പീഡായി, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. 5 f(x) എന്ന് പറയുമ്പോൾ 5x - 3 ആണ്. ദാറ്റ് ഈക്വൽ ടു വാല്യൂ ഇടുമ്പോൾ എന്ത് കിട്ടും? 5 × 5 - 3. 5 × 5 25, 25 - 3 എന്ന് പറയുമ്പോൾ 22. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ RHL ലിമിറ്റ് നോക്കിയാലോ. RHL ലിമിറ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു പറഞ്ഞോ 5 പ്ലസ് ആണ്.
എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എന്ത് വരും? എക്സ് ടെൻസ് ടു 5x മൈനസ് 3. ഇവിടെ നമ്മൾ 5 ഇട്ട് കൊടുക്കണം അല്ലേ? 5 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 5 × 5 25, 25 മൈനസ് 3 അഗെയിൻ 22. ഇനി ആരെയും കൂടി കിട്ടണം? എഫ് ഓഫ് 5ഉം കൂടി കിട്ടണം. ഒന്നും ചെയ്യാനില്ല, എന്തേ ചെയ്യാനുള്ളൂ? 5 × 5 മൈനസ് 3 അഗെയിൻ 25 മൈനസ് 3 22. നമുക്കിവിടെ LHL 22, RHL 22, എഫ് ഓഫ് 5ഉം 22. എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? കണ്ടിന്യൂസ് തന്നെയാണ്. ക്ലിയർ ആയോ? അതായത് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഓൾസോ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു -3ൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ആദ്യം ചെയ്ത എക്സ് ഈക്വൽ ടു 0യിലും എന്ത് തന്നെയാണെന്ന് കിട്ടി? കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയാണെന്ന് കിട്ടി. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? പെട്ടെന്ന് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിയേ, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ് മൈനസ് 5. നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, മോഡുലസ് ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഇനി ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ് മൈനസ് 5 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ചൊന്ന് ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് മോഡുലസ് വാല്യൂ എവിടെ വന്നാലും അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, ഒരിക്കലും എന്താകത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ എക്സ് മൈനസ് 5 പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ, എക്സ് മൈനസ് 5 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കണം? എക്സ് ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം. അല്ലെങ്കിൽ എന്തെഴുതാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതാം അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഇനി ഇത് എക്സിൻ്റെ വാല്യൂ ചെറുതാണെന്ന് വിചാരിച്ചോളൂ. എക്സിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ ഈ മോഡുലസ് വാല്യൂ നമുക്ക് പ്ലസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ 5 - x എന്ന് എഴുതാമല്ലോ. എക്സ് ചെറുതാണെങ്കിൽ 5 - x എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് 5 - x ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഒന്നുകിൽ എക്സിൻ്റെ വാല്യൂ 5നേക്കാട്ടിലും കൂടുതലായിരിക്കുക, അല്ലെങ്കിൽ 5 - x. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ 2 ഉള്ളൂ എന്ന് വിചാരിച്ചോ. 2 - 5 എന്ന് പറയുമ്പോൾ നമുക്ക് -3 കിട്ടും അല്ലേ? പക്ഷേ മോഡുലസ് വാല്യൂ എഴുതുമ്പോൾ നമ്മൾ 3 എഴുതത്തുള്ളൂ. എന്ന് വെച്ചാൽ അത് 5 - 2 ഈക്വൽ അല്ലേ? അത്രയേ ഉള്ളൂ. അത് മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫംഗ്ഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. എക്സ് മൈനസ് 5 എപ്പോഴാ? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അതുപോലെ 5 - x എപ്പോഴാ? എക്സ് ലെസ് ദാൻ 5. നമുക്കിവിടെ 2 കണ്ടീഷൻ നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സ്പ്ലിറ്റിംഗ് പോയിന്റ് ആരായിരിക്കും? എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5 വേണം നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട്, കണ്ടിന്യൂസ് ആണോ ഇല്ലയോ എന്ന്. നേരത്തെ ചെയ്ത പോലെ തന്നെ പെട്ടെന്ന് ചെയ്യാം. LHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് LHL ആയതുകൊണ്ട് മൈനസ് എടുത്തു അല്ലേ? എഫ് ഓഫ് എക്സ് ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ്. ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഏതെടുക്കും? എപ്പോഴും ശ്രദ്ധിച്ചോണം. LHL ലിമിറ്റ് എന്ന് പറയുമ്പം എക്സ് ചെറുത് വരുന്നത് ഏതാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എക്സ് ലെസ് ദാൻ വരുന്നത് എവിടെയാണെന്ന് നോക്കണം. എക്സ് ലെസ് ദാൻ വരുന്നത് 5 - x-ലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 - x എടുക്കാം. ഇവിടെ നമ്മൾ എക്സിനും കൂടി 5 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0 കിട്ടും. ക്ലിയർ ആയോ? ഇനി RHL ലിമിറ്റ് എടുക്കാം. RHL ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ഫംഗ്ഷനായിട്ട് വരുമ്പോൾ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും
റൈറ്റ് ലിമിറ്റാണ് അല്ലേ. 5-നെക്കാട്ടിലും കൂടുതൽ എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. 5-നെക്കാട്ടിലും കൂടുതൽ. അപ്പം 5-നെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതാ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? x-5 ആണ്. എക്സ് ഗ്രേറ്റർ വരുന്നിടത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് x-5 ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് x-5 ആണ്. എഗെയിൻ എക്സിന് 5 ഇട്ട് കൊടുത്താൽ ഇവിടെ എന്ത് തന്നെ വരും? 0 തന്നെ വരും. അപ്പോൾ നമ്മൾ LHലും RHലും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞില്ല. ഇവിടെ ആരെയും കൂടി എടുക്കണം. f(5) എന്താണെന്നും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. f(5) എടുക്കുമ്പോഴത്തേക്കും f = 5 അല്ലേ. x = 5. x = 5 വരുന്നിടത്ത് ഏതാ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? x-5 എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഈക്വൽ വരുന്നിടത്ത് നമുക്ക് x-5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ x-5 ഇട്ട് കൊടുത്തു. എഗെയിൻ ഇവിടെ 5 വന്നാൽ എന്ത് തന്നെ വരും? 0. എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് കേട്ടോ. LHL RHL f(5) 0. അതായത് ഈ ക്വസ്റ്റ്യൻ ഒരു 1 more ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് മാത്രം എഴുതിയാൽ മതി? ഓൾ മോഡുലസ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്, ദെർഫോർ മോഡുലസ് x-5 ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഒരു 2 more ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതൊന്ന് പ്രൂവ് ചെയ്തേക്കുക. ക്ലിയർ ആയോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ f ഡിഫൈൻഡ് ബൈ fx ഈക്വൽ ടു x³ - 3 x³ - 3 x² + 1. ഏതൊക്കെയാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ? x³ - 3 if x less than or equal to 2, x² + 1 if x greater than 2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ LHലും RHലും നമുക്ക് കിട്ടണം. ലിമിറ്റ് x ടെൻസ് ടു, ഇവിടെ സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് x = 2 ആണ്. സ്പ്ലിറ്റിംഗ് പോയിന്റ് x = 2 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുമ്പോഴത്തേക്കും 2 മൈനസ് എഴുതി, f(x) എഴുതി, ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2. ഫംഗ്ഷൻ ഏത് വേണം എടുക്കാൻ? x ലെസ് ദാൻ വരുന്നത് ഇവിടെയാണ്. നോക്കിക്കേ, x ലെസ് ദാൻ വരുമ്പം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് x³ - 3 ആണ്. x³ - 3 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇവിടെ x³ - 3 എന്നാണ്. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -3 2³ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 - 3 വരും. ദാറ്റ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ അല്ലേ? 5 കിട്ടിയില്ലേ? ഇനി അടുത്ത നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൊടുക്കണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൊടുക്കാൻ നേരത്ത് നമുക്കിവിടെ എക്സ് ഗ്രേറ്റർ ആണ് അല്ലേ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഗ്രേറ്റർ വരുമ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് x² + 1 ആണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. RHL x ടെൻസ് ടു 2 + f(x) ആണ്. ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2. എന്തെഴുതണം? x² + 1. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഇവിടെ x² എന്ന് പറയുമ്പോൾ 2² വരും, +1 വരും. ഇത് 4 ആണ്. 4 + 1 5 ആണ്. RHലും LHലും സെയിം ആണ്. നമുക്കിവിടെ കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആരെയും കൂടി കിട്ടണം? f(2) കൂടി കിട്ടണം. കാരണം ഇവിടുത്തെ സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2ലാണ് അല്ലേ? ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, അവിടുത്തെ ഫംഗ്ഷൻ അറിയണമല്ലോ അല്ലേ? ഈക്വൽ വരുമ്പോൾ ഏതാ ഫംഗ്ഷൻ? x³ - 3 ആണ്. x³ - 3ൽ നമുക്ക് എന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്? 5 തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതും ഈക്വൽ ടു 5 തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്നതിനകത്ത് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ? ഇല്ല. ദർ ഇസ് നോ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദി ഗിവൺ ഫംഗ്ഷൻ, ഓർ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? പെട്ടെന്ന് പഠിക്കാമല്ലോ അല്ലേ? ഇതേ പാറ്റേണിൽ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം.
ഇനി ഇതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കാണാനായിട്ട് മറന്നു പോകരുതും. അതും കൂടി കണ്ട് ചെയ്ത് പഠിക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ.